അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ദാ ചെറുതായിട്ട് സൂര്യനൊന്ന് എത്തി നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പം നല്ല മഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നല്ല മഴയായിരുന്നു കേട്ടോ. മഴയും മഞ്ഞും എല്ലാം കൂടെ ഒന്നിച്ച് വന്നപ്പോഴത്തേക്ക് എന്നെ മൈൻഡ് പോലും ചെയ്യാതിരുന്ന കോൾഡ്, കോഫ്, ഫീവർ എല്ലാവരും കൂടെ ഒന്നിച്ച് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. രാത്രിയിലാണ് ഒരു രക്ഷയില്ലാത്ത പനിയായിരുന്നു. പിന്നെ തൊണ്ടവേദനയും ജലദോഷവും എല്ലാം ആയിട്ട് രാവിലെ പൊങ്ങാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു കേട്ടോ. എന്താണെങ്കിലും രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കും സൂര്യനെ കണ്ടപ്പോൾ ചെറുതായിട്ടൊരു ആശ്വാസം തോന്നി. എന്താണെങ്കിലും ഇന്ന് ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോകാതെ ഒരു രക്ഷയില്ല. ഞാൻ ബാംഗ്ലൂരിൽ വന്നതിന് ശേഷം അങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്നത് കുറവാണ് കേട്ടോ. ഇവിടെ ഹോസ്പിറ്റലിലേക്ക് എന്ത് അസുഖമായിട്ട് വന്നാലും ഒരു ട്രിപ്പും പിന്നെ ഒരു ഇഞ്ചക്ഷനും നിർബന്ധമാണ് കേട്ടോ. അതിപ്പോൾ എന്ത് അസുഖം അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ അധികം ഞാൻ പോകാറില്ല. ഏതായാലും ഇന്ന് ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോകാതെ ഒരു രക്ഷയില്ല കേട്ടോ. ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് കോൾഡിനും കോഫിനും എൻ്റെ കയ്യിലൊരു ഒറ്റമൂലിയുണ്ട്. എന്താണെന്നല്ലേ, നല്ല അടിപൊളി തമിഴ്നാട് സ്റ്റൈൽ ഒരു രസം. ഈ ഒരു ഐറ്റം കുടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ തൊണ്ടവേദനയും കോൾഡും കോഫും ഒക്കെ എങ്ങോട്ട് പറക്കുമെന്ന് പറയേണ്ട കാര്യമില്ല. എന്താണെങ്കിലും എന്താ ഇപ്പോഴത്തെ സീസൺ ശരിയല്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. എന്താണെങ്കിലും അതിന് മുമ്പ് നല്ല അടിപൊളി ഈ ഒരു രസം അങ്ങ് കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇതാ ലഞ്ചിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇച്ചിരി കൂടുതലങ്ങ് ഉണ്ടാക്കി. എനിക്കിതൊരു ഗ്ലാസ് കുടിക്കുകയും വേണം. അങ്ങനെ നല്ല അടിപൊളി കുരുമുളകൊക്കെ ഇട്ട് വെച്ച കിടിലൻ രസമാണ് ഞാൻ പതുക്കെ ഗ്ലാസ്സിലേക്ക് പകർത്തി കുടിക്കാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത് എന്തൊരു വട്ടാന്ന്. പക്ഷേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഒരു കുഞ്ഞ് ഗ്ലാസ് രസമൊക്കെ കുടിച്ച് നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി ആസ് യൂഷ്വൽ ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് ഒരു ഇഞ്ചക്ഷനും കൈപ്പറ്റി നേരെ വീട്ടിലേക്ക് പോകുന്ന വഴി പെട്ടെന്ന് ഒരു ആഗ്രഹം, നല്ല തണുത്ത കാലാവസ്ഥയല്ല, അതുകൊണ്ട് ഒരു ചൂട് കോഫി കുടിച്ചാലോ എന്ന്. അതിപ്പോൾ ആരെങ്കിലും ഇട്ട് തന്നാൽ അത്രയും സന്തോഷം. എന്താണെങ്കിലും വീട്ടിൽ ചെന്ന് ഇട്ട് കുടിക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് തന്നെ പോകുന്ന വഴി നമ്മുടെ ഒരു മലയാളി കടയിൽ കയറി കടുപ്പത്തിലൊരു കോഫിയും കുടിച്ച് നേരെ വീട്ടിലേക്ക്.